CPIM കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ വ്യവസായ മന്ത്രി, DYFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് തുടങ്ങി കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ വളരെ സജീവമായി പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്നൊരു സാന്നിധ്യമാണ് താങ്കളുടേത്. താങ്കളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങൾ താങ്കളെ ഇവിടെ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ ആലോചിച്ചത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത്തരമൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന താങ്കളുടെ ചില പ്രഭാഷണങ്ങൾ, ചില സംസാരങ്ങൾ, അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിക്കണം. എന്താണ് യഥാർത്ഥ EP എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ 3 ജയരാജന്മാരുണ്ട്. അതിൽ ഏറ്റവും സീനിയർ EP ജയരാജനാണ്. MV ജയരാജനുണ്ട്, P ജയരാജനുണ്ട്. താങ്കളുടെ തലയെടുപ്പും ഒക്കെ എല്ലാവർക്കും അറിയാം. ഈ നല്ല ശരീരം പണ്ട് മുതലേ ഉള്ളതാണ്. ചെറുപ്പം മുതലേ തന്നെ താങ്കൾ നല്ല തടി ഉള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു, അല്ലെ കുട്ടിയായിരുന്നോ? ഞാൻ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ വണ്ണൊക്കെ കുറഞ്ഞ് ഒരു സാധാരണ നിലയിലേക്ക് വന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അധികം തടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിദ്യാർത്ഥി ജീവിതത്തിന് ശേഷം യുവജന രംഗത്തേക്ക് കടന്നു വന്നതോടുകൂടി ഞാൻ നല്ലവണ്ണം ആഹാരം കഴിക്കും. ഈ ആഹാരം കഴിക്കാനൊരു പ്രചോദനം പോലീസ് മർദ്ദനമാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനം പോലെ മർദ്ദനം സഹിച്ചിട്ടുള്ള ഒരു നേതൃരംഗം ഇന്നുണ്ടെന്ന് തോന്നുന്നില്ല. നിരവധി ഘട്ടങ്ങളിലായി പോലീസ് മർദ്ദനങ്ങളും ഗുണ്ടാമർദ്ദനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് ആയുർവേദ മരുന്നും നല്ലവണ്ണം ആഹാരം കഴിക്കാനും തുടങ്ങി. അതോടുകൂടി നല്ല വ്യായാമവും തുടങ്ങി. പിന്നെ ശരീരം നല്ലതുപോലെ തടിച്ചു കൊഴുത്തു വന്നു. പിന്നെ കുടുംബപരമായി എടുത്താൽ അച്ഛനൊരു അജാനുബാഹുവാണ്. നാട്ടിലൊരു പൗരമുഖ്യൻ, ഒരു കോൺഗ്രസ് ഗാന്ധിയൻ ആശയങ്ങൾ വെച്ച് ജീവിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ശാരീരിക പ്രകൃതിയൊക്കെ വരുന്നാൽ സ്വാഭാവികമായും അതിനനുസരിച്ചിട്ടുള്ള ഒരു ശാരീരിക വളർച്ചയും ഒക്കെ പിന്നീട് എനിക്കുണ്ടായി. അത് അടുത്ത കാലം വരെ എനിക്ക് തോന്നുന്നൊരിപ്പോൾ ഒരു 5-8 വർഷത്തിനുള്ളിലായിട്ട് ഞാൻ ഈ മറ്റ് അനുരോഗങ്ങൾ കടന്നു വരാതിരിക്കാൻ, ശരീരത്തിൻ്റെ ഭാരം കുറക്കാനും ആഹാരം നല്ലതുപോലെ നിയന്ത്രിക്കാനും അതിനുള്ള നടപടികളിലേക്ക് ഏർപ്പെട്ടു. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ ശരീരം കുറച്ച് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അതെ. രാഷ്ട്രീയത്തിൽ എതിരാളികൾക്ക് പോലും ജയരാജേട്ടനെ കുറിച്ച് സ്വകാര്യമായി പറയുമ്പോൾ വലിയ സ്നേഹവും ബഹുമാനമാണ്. അവർ പറയും ജയരാജേട്ടൻ്റെ രൂപം പോലെ തന്നെ മനസ്സും വളരെ വിശാലമാണെന്ന്. അത് ചെറുപ്പത്തിലെ അങ്ങനെ വളരെ നിഷ്കളങ്കനായ ഒരു പൊതുപ്രവർത്തകനാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എല്ലാവരുടെയും മുമ്പിൽ ഒരു അഭിനയമാണോ? ഏതായാലും മാതൃഭൂമി ഒരു ഇൻ്റർനാഷണൽ അക്ഷരോത്സവത്തിൻ്റെ ഭാഗമായി ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എന്താണ് ഞാൻ എന്ന് അവതരിപ്പിക്കാൻ കാണിച്ച ഈ വലിയ മനസ്സിനും ചിന്തക്കും എനിക്ക് പ്രത്യേകമായി നന്ദിയുണ്ട്. നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ഇവിടെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും. എനിക്ക് തോന്നുന്നൊരു 2-3 മാസത്തിന് മുൻപ് ഇവിടുത്തെ ചില മാധ്യമങ്ങളിൽ ഞാനൊരു 40-45 വർഷത്തിന് മുൻപ് നടത്തിയൊരു പ്രസംഗം എടുത്തിട്ടാണ് വിവാദം എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഞാൻ ഒരു 10-45 വർഷത്തിനുള്ളിൽ പ്രസംഗിക്കുമ്പോൾ ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് ആ വാക്കുകൾ എടുത്തിട്ടാണ് ഇതെല്ലാം വിവാദം. ഏതാണ്ട് കേൾക്കുന്നവർക്ക് ഏതാണ്ട് ഇന്നലെ സംഭവിച്ചതുപോലെ തോന്നത്തക്ക നിലയിൽ വാർത്ത എഴുതുക. അത് കുറേ കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുമ്പിലൊന്നും പതറിയിട്ടില്ല. എനിക്കറിയാം എന്തുകൊണ്ടാണതെന്ന്. ശ്രീ ശശീന്ദ്രനോട് അതിനോട് എനിക്കുള്ളൊരു മറുപടി, ഞാനൊരു CPM പ്രവർത്തകനായി എന്നുള്ളത് തന്നെയാണ്. CPMനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എനിക്ക് നേരെയുള്ള എല്ലാ ആക്രമണങ്ങളും. കേരളത്തിലാണെങ്കിൽ ഇന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ്റിനെ തകർക്കാനാണ് ആ ഗവൺമെൻറ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബം എത്രമാത്രം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വേട്ടയാടൽ ഇപ്പോൾ എനിക്കൊരു വിനോദമാണ്. എനിക്കെതിരായി വാർത്ത എഴുതുന്നവർക്കറിയാം ഇത് തെറ്റാണെന്ന്. മറ്റാർക്കോ വേണ്ടി വാർത്ത എഴുതും. അതുകൊണ്ട് എനിക്കതിൽ പരിതാപമില്ല. ഞാൻ ഇന്നത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ കേൾക്കും എന്നെനിക്കറിയാം. എന്നോട് പല പത്രപ്രവർത്തകരും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നേരെ, മുഖ്യമന്ത്രിയുടെ കുടുംബവും ഉണ്ടെന്നുള്ളത് ശരിയാണ്, നിങ്ങൾക്ക് നേരെ ഈ വേട്ടയാടൽ? അതിനെനിക്കൊരു മറുപടിയേ ഉള്ളൂ, മാങ്ങയുള്ള മാവിനെ കല്ലെറിയും. അതാണെന്ന് ഞാനും കണക്കാക്കുന്നു. അതുകൊണ്ട് ഇത് ഒരു വേട്ടയാടലിൻ്റെ നിഴലിൽ ഒരു 10-40-45 വർഷക്കാലം ഞാൻ ഇപ്പോഴുള്ള വീടെടുത്ത് താമസം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ശ്രീ ശശീന്ദ്രൻ അറിയാം. 95-ൽ താമസം ആരംഭിച്ച വീടാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുമ്പ് ഒരു പത്രം എഴുതി, ഈ യന്ത്രക്കല്ല് ഉപയോഗിച്ച് വീട് നിർമ്മിച്ചു. എനിക്ക് നേരെയുള്ള ആക്ഷേപങ്ങളുടെ ഒന്നാണത്. ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അതെല്ലാം പ്രചരിപ്പിക്കുന്നവർ അനുഭവിച്ചു കൊള്ളുക എന്നുള്ളതല്ലാതെ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എനിക്കെൻ്റെ വിശ്വാസം, ഒരു തരത്തിലും ഒരു വ്യതിയാനം ഉണ്ടാകരുത്. ശരിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകണം. മറ്റൊരു കാര്യം, ഞാൻ എപ്പോഴും സത്യമേ പറയും. എനിക്ക് ഒരു കള്ളത്തരം പറയേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ വിശ്വാസ പ്രമാണം മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി എന്നും ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നെ വെടിവെച്ചു കൊല്ലാൻ തോക്കുമായി വന്നവനോട് ഓങ്കോളിൽ കേസ് വിചാരണ ചെയ്യുമ്പോൾ ഞാൻ അവിടെ പോയി അവനോട് ചോദിച്ചത്, ദിനേശ, നിനക്കിപ്പോഴെന്ത് തോന്നുന്നു? പറഞ്ഞു, സാർ, ഞാനല്ല, അങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ ചോദിച്ചു, ദിനേശ, നിനക്ക് സുഖമാണോ? എൻ്റെ രാഷ്ട്രീയം എന്നെ പഠിപ്പിക്കുന്ന അതാണ്. ആ രാഷ്ട്രീയം ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു, പ്രവർത്തിക്കുന്നു, മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ജീവിതം. അത് നിർവഹിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇത് ജയരേട്ടൻ, ഈ വേട്ടയാടൽ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ആ പോളിംഗ് അവിടെ തുടങ്ങുമ്പോഴേക്ക് ജയരാജേട്ടനായിരിക്കും അതിൻ്റെ ഗതി മാറ്റുന്നത്. ഒരു തവണ പ്രകാശ് ജാവ്ദേക്കറുടെ സന്ദർശനം, പിന്നൊരു തവണ ആത്മകഥ, ഇങ്ങനെ ഇത് വളരെ നിഷ്കളങ്കമായി വരുന്നതാണോ? എന്താണ് അങ്ങനെ ഒരു സംഭവം? ഇത്തരം നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ താങ്കളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന വിവാദങ്ങൾ ഞാൻ മുൻകൈയെടുത്ത് അത് അങ്ങോട്ട് പറയേണ്ടത് ധരിച്ചിട്ടാണ്. ഈ പറഞ്ഞത് ശരിയാണ്. ശരിക്കും പ്രകാശ് ജാവ്ദേക്കർ എന്താ സംഭവിച്ചെന്ന്, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം എന്നോട്, ഞാൻ വോട്ട് ചെയ്ത് എൻ്റെ വീട്ടിനടുത്തുള്ള സ്കൂളിലാണ് പോളിംഗ് ബൂത്ത്, ഇറങ്ങുമ്പോൾ പത്രക്കാർ ചോദിച്ചു,
അപ്പോൾ തലേന്ന് തന്നെ പത്രക്കാരിങ്ങനെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ജാവേദ് അക്തറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ കൂടിക്കാഴ്ച എന്നാണ്. അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കൂടിക്കാഴ്ചയൊന്നും നടത്തിയിട്ടില്ല. എന്നെ കാണാൻ ജാവേദ് അക്തർ വന്നിരുന്നു. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം BJPയുടെ സമുന്നത നേതാവാണ്. ഞാൻ തിരുവനന്തപുരത്ത് ആക്കുളത്ത് മകൻ്റെ വീട്ടിൽ ഫ്ലാറ്റിൽ ഉള്ളപ്പോൾ അതറിഞ്ഞ അദ്ദേഹം അതുവഴി പോകുമ്പോൾ, നമ്മുടെ ഈ കഴക്കൂട്ടം വഴി ബൈപ്പാസിലൂടെ പോകുന്ന അവസരത്തിൽ ഞാൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ്, ഇത് റോഡിൻ്റെ തൊട്ടടുത്താണ് ഫ്ലാറ്റ്, എന്നെ കാണാൻ അവിടെ വന്നു. അപ്പോൾ ഞാൻ അന്നൊരു യോഗമുള്ളത് കൊണ്ട് നേരെ AK സെൻറ്ററിലേക്ക് വരാൻ പുറപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം വരുന്നത്. അദ്ദേഹത്തോടൊപ്പം വിവാദ നായകനായിട്ടുള്ള നന്ദകുമാറുണ്ട്. അദ്ദേഹമാണ് കൂട്ടിയിട്ട് വരുന്നത്. അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ, ഞാൻ എന്താ വന്നു വെച്ചപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്ന അവസരം വന്നതാണ്. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം, നിങ്ങൾ വന്നതിൽ പരിചയപ്പെട്ടതിൽ വളരെ നന്ദി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ നിന്നത്തെ പറയുകയാണ്, കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടുണ്ട്, BJP നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളുമായി ഒന്ന് പരിചയപ്പെടാൻ. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം, എനിക്കിങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു കാര്യം നിങ്ങൾ തിരക്കില്ലെങ്കിൽ ഇവിടെ വീട്ടിലിരുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാം. ഇല്ല, ഞങ്ങൾ ഇറങ്ങും. ഒന്നിച്ചിറങ്ങി. ഇതാണ് ആകെ ഉണ്ടായ സംഭവം. എന്താ പ്രചരിപ്പിച്ചത്? എന്തോ അതിൻ്റെ തലേ ദിവസം അന്നോ കണ്ടതുപോലെയല്ലേ വാർത്ത പ്രസിദ്ധീകരിച്ചത്. എപ്പോഴാണെന്നറിയോ? ഇലക്ഷന് 1.5 കൊല്ലം മുമ്പാത്. ഈ തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് 1.5 കൊല്ലം മുൻപ് എന്നെ വന്ന് കണ്ടിട്ടുള്ളതാണ് സംഭവം. അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു? രാഷ്ട്രീയ അജണ്ടയാണ്. ആ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രസംഗത്തെ, എൻ്റെ സംഭാഷണത്തെ ഉപയോഗിച്ച് എനിക്കെതിരായി ഒരു വാർത്ത സൃഷ്ടിച്ചെടുക്കാൻ, ആ വന്നു കണ്ടു എന്നുള്ളതൊന്നും ഒരു തരത്തിലും ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെയും ബാധിക്കുന്നതേയല്ല. അങ്ങനെ ബാധിക്കില്ല. അത് അത്ര ഒരു പ്രാധാന്യമുള്ളതൊന്നുമല്ല അത്. പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിഹത്യയുടെ വഴി തുറക്കല്ലേ ചെയ്തത്. ആസൂത്രിതമായിരുന്നത്. അതിൻ്റെ പിന്നിലൊരു സംഘടിതമായ നീക്കമുണ്ടായിട്ടുണ്ട്. അതാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഉണ്ടായിട്ടുള്ള കാര്യം. 1.5 കൊല്ലം മുമ്പ് വന്നൊരു കാര്യം. അദ്ദേഹത്തെ കൂട്ടി വരുന്നത് ഈ ദല്ലാൽ നന്ദകുമാറാണ്. ഞാനുണ്ടെന്നറിഞ്ഞ് കണ്ട് ഞങ്ങൾ 5 മിനിറ്റില്ല. ഞാൻ ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഞാനൊരു വഴിക്ക് വന്നു. അതാണ് ഇവിടെ വിവാദപരമായി എത്രമാത്രം തെറ്റായ വ്യാഖ്യാനിച്ചത്. ഈ ദല്ലാൽ നന്ദകുമാറിനെ പറ്റിയുള്ള സൗഹൃദത്തെ അതും വിവാദമാണല്ലോ. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന പലപ്പോഴും ട്രെയിനിലൊക്കെ കാണും, എല്ലാവരുമായിട്ട് സംസാരിക്കും. അങ്ങനെയുള്ളൊരു പരിചയവും അദ്ദേഹവുമായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അപ്പോൾ അത് ഒരു സംഭവം. രണ്ടാമത്തത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ബൈ ഇലക്ഷൻ, ആ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വലിയൊരു വാർത്ത ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്നത്, ചാനലിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പുസ്തകം, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല, അത് പൂർത്തിയാക്കിയിട്ടില്ല, അത് മുഴുവൻ ഒന്ന് തയ്യാറാക്കി പൂർണ്ണമായി ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല, കുറേശ്ശെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകത്തെ സംബന്ധിച്ച് എൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് ഈ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഞാൻ ആദ്യം ദൃശ്യമാധ്യമത്തിലാണ് കണ്ടത്. അതിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എൻ്റെ ആത്മകഥയിൽ ഗവൺമെൻറ്റിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നു. ഈ ഗവൺമെൻറ് 1-ാം പിണറായി ഗവൺമെൻറ്റിനെ പോലെയല്ല, ഈ 2-ാം പിണറായി ഗവൺമെൻറ് മോശമാണ്. പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ മോശമായി എഴുതിയിട്ടുണ്ട്. എനിക്ക് പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായിട്ട് യഥാർത്ഥത്തിൽ അതിനും ഒരു പരിചയവുമില്ലായിരുന്നു, കണ്ടിട്ട് പോലുമില്ല. ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. ആ വാർത്ത കൊടുത്തത് ഇന്ന് മാത്രമല്ല, DC ബുക്സ് അവരെഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഇത് ഇന്ന് രാവിലെ, അതായത് ഈ വാർത്ത വരുന്ന ദിവസം 10:30 മണിക്ക് പ്രകാശനം ചെയ്യുന്നു. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം ഒരാളെയും അധികാരപ്പെടുത്തിയിട്ടില്ല, ഒരാളും അതിൽ ഭാഗവാക്കാക്കിയിട്ടില്ല, അത് എഴുതി പൂർത്തിയായിട്ടില്ല. അതിലെഴുതാത്ത കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ്. എന്നിട്ടത് പ്രസിദ്ധീകരിക്കുന്നു 10:30 മണിക്ക് എന്ന് ഫേസ്ബുക്കിൽ
DC ബുക്സിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയാണ്. ഞാൻ ചോദിക്കട്ടെ, എത്രമാത്രം തെറ്റായ നിലപാടാണിത്? അത് വെറുതെ വന്നതാണോ? ആസൂത്രിതമാണത്. എന്താ അതിൻ്റെ ലക്ഷ്യം? ആ തെരഞ്ഞെടുപ്പിൽ ഒരു അനാവശ്യമായൊരു വിവാദം ഉണ്ടാക്കി, ആ വിവാദത്തിൽ എന്നെ കൂടി അതിൽ കക്ഷി ചേർത്ത് എനിക്കെതിരായി ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ, പൊതു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ, എൻ്റെ രാഷ്ട്രീയത്തെ ആക്രമിക്കാൻ, എൻ്റെ രാഷ്ട്രീയത്തെ ആക്രമിക്കൽ വഴി CPM-നെ ദുർബലപ്പെടുത്താൻ, ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താനുള്ള തെറ്റായൊരു നടപടിയുടെ ഭാഗമാണ് അതിലുണ്ടായിട്ടുള്ളത്. ഞാൻ ഈ വാർത്ത കണ്ട ഉടനെ ചെയ്തത്, DC ബുക്സിൻ്റെ രവിയുണ്ട്, എനിക്ക് അധികം അടുത്ത പരിചയമൊന്നുമുള്ള ആളല്ല. ഞാൻ ഉടനടി അദ്ദേഹത്തിൻ്റെ കോട്ടയത്ത് ഓഫീസിൽ വിളിച്ചു. രാവിലെ 7:30 മണിക്കാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വാർത്ത കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞു, അദ്ദേഹം ഇവിടെ ഇല്ല, ഷാർജയിലാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അടിയന്തരമായി അദ്ദേഹത്തോട് തന്നെ വിളിക്കാൻ പറയണം, എൻ്റെ നമ്പർ ഇതാണ്. ഇങ്ങനെ ഞാൻ എഴുതിയിട്ടില്ലാത്തൊരു പുസ്തകം, പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത പുസ്തകം, ഇങ്ങനൊരു വാർത്ത കാണുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രസിദ്ധീകരിച്ചത്? നിങ്ങൾക്ക് എന്താ ഇതിൻ്റെ അധികാരം? നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കാണുന്നത്. നിങ്ങളാണ് ഈ കാര്യം വാർത്ത കൊടുത്തിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിൽ? അദ്ദേഹത്തോട് തന്നെ വിളിക്കാൻ പറയണമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഷാർജയിലാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വാർത്ത കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, തെറ്റായ വാർത്തയാണ്, നിഷേധിച്ചുകൊണ്ട് ഇപ്പം തന്നെ വാർത്ത കൊടുക്കണം എല്ലാ മാധ്യമങ്ങൾക്കും. അദ്ദേഹം പറഞ്ഞു, സാർ ഞാനിവിടെയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നും, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. അത്രയുമാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഇങ്ങനെയാണോ ഈ പുസ്തക പ്രസിദ്ധീകരണശാല പ്രവർത്തിക്കേണ്ടത്? ഒരു പ്രസിദ്ധീകരണം തുടങ്ങണമെങ്കിൽ എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട്? ആമുഖം എഴുതണം, അതിൻ്റെ മുഖപുര എഴുതണം, അതിനെക്കുറിച്ചിട്ടുള്ള, ഞാൻ തന്നെ ആ പുസ്തകം ഒന്നിച്ചാകെ വായിച്ചിട്ടില്ല, എഴുതിയത് മുഴുവൻ കരക്ഷൻ വരുത്തിയിട്ടില്ല. ഞാൻ ഭാഷാശുദ്ധി വരുത്തി തയ്യാറാക്കാൻ ദേശാമാനിൽ പ്രവർത്തിക്കുന്ന ഒരു എഡിറ്റോറിയൽ ബോർഡിൽ ഒരാളെ ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് തെറ്റായ നിലപാടാണ് സ്വീകരിച്ചത്? ഇത് വ്യക്തിഹത്യക്കുള്ളതല്ലേ? രാഷ്ട്രീയമായിട്ട് തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതല്ലേ? എന്താ അതിൻ്റെ ലക്ഷ്യം? CPM-നെയാണ്. CPM-നെ തകർക്കുക വഴി ലക്ഷ്യം വെക്കുന്നത് ഗവൺമെൻറ്റിനെയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ, ഈ ഗവൺമെൻറ്റിനെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന വലതുപക്ഷ ശക്തികൾ, അവരുടെ ആസൂത്രിതമായ ഒരു നീക്കമാണ് ഈ രണ്ട് സംഭവങ്ങൾക്കും. യഥാർത്ഥത്തിൽ ഞാൻ അന്ന് തന്നെ ഇടപെട്ടത് കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യമായി. ഈ ആത്മകഥാ പ്രശ്നം വന്നതോടുകൂടി എനിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം ഒരു ആസൂത്രിതമാണ് എന്ന കാര്യം ബഹുജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഈ സംഭവം വന്നതോടുകൂടി ഇടയാക്കി എന്നുള്ളത് ശരിയാണ്. ഇതാണ് ഉണ്ടായിട്ടുള്ള കാര്യം. എത്രമാത്രം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ആത്മകഥയിലേക്ക് വീണ്ടും വരാം. EP ജയരാജൻ എന്ന ഒരു വിദ്യാർത്ഥി ആദ്യം ചെറുകുന്ന് ഹൈസ്കൂൾ, പിന്നെ കമ്പിൽ ഹൈസ്കൂൾ, അവിടെയൊക്കെ SFI, അന്ന് KSF ആണ് തോന്നുന്നു അല്ലേ? ആദ്യം ഞാൻ വിദ്യാർത്ഥി രംഗത്ത് വരുമ്പോൾ KSF ആണ്, കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ. അത് കഴിഞ്ഞ് കണ്ണൂർ SM കോളേജിൽ വരുന്നു. അവിടെ SFIയുടെ നേതാവായി പെട്ടെന്ന് രംഗത്ത് ശ്രദ്ധ നേടുന്നു. അത് കഴിഞ്ഞ് SM കോളേജിൽ കുറച്ച് സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കോളേജ് തന്നെ 1 മാസത്തോളം അടച്ചിട, താങ്കളൊക്കെ നേതൃത്വത്തിൽ സമരം നടത്തി അടച്ചിട്ടു. അത് കഴിഞ്ഞ് താങ്കൾ പോളിടെക്നിക്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിന് ചേർന്നു. ഒരുപക്ഷെ ആ പഠനം തുടർന്നെങ്കിൽ EP ജയരാജൻ എന്ന രാഷ്ട്രീയക്കാരന് പകരം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറൊക്കെ ആയി മാറുമായിരുന്നോ? എൻ്റെ നിരീക്ഷണത്തിൽ എനിക്കതാവാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ ചിന്തകളെല്ലാം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ചുറ്റുപാടും ഞാൻ ബന്ധപ്പെടുന്ന ബഹുജനങ്ങളുമെല്ലാം ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അവരുമായിട്ട് വലിയ സമ്പർക്കങ്ങളും അതുവഴി തന്നെ ഒരുപാട് ആശയങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞതൊക്കെ, പിന്നെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങളിൽ എൻ്റെ ഒരു പ്രതികരണമെല്ലാം എന്നെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവനാക്കി മാറ്റി. അതോടുകൂടി തന്നെയാണ് ഞാൻ അത്യാവശ്യം ഈ യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ, അന്ന് ചെറിയ നിക്കറോട്ട് ഷർട്ടോട്ട് നടക്കുന്ന അവസരത്തിൽ പൊതുയോഗങ്ങളൊക്കെ നടക്കുമ്പോൾ ദൂരെ നിന്ന് ഇതെല്ലാം കേൾക്കും. ചിലപ്പോൾ ഈ സ്റ്റേജിൻ്റെ അടുത്ത് പോയി നിൽക്കും. പിന്നെ അവിടെ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ അന്ന് KPR ഗോപാലനും ഒക്കെ ആയിരുന്നു അന്നത്തെ ഞങ്ങളുടെ മാടായിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ. അവരൊക്കെ വരുമ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി അവർ പറയുന്നത് കേൾക്കും. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ ചുറ്റുപാടിൽ വളർന്ന ഞാൻ ഒരു എഞ്ചിനീയർ ആകാൻ വേണ്ടി ചേർന്നെങ്കിലും എൻ്റെ ചിന്ത രാഷ്ട്രീയത്തോടൊപ്പമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പോളിടെക്നിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ പഠിച്ചാലേ മതിയാകും. അത്രമാത്രം ഡ്രോയിങ്,
തിയറിയും ഒക്കെ ഉള്ളതാണ്, പ്രാക്ടിക്കലൊക്കെ ഉള്ളതാണ്. ഞാനതിനിടയിൽ വിദ്യാർത്ഥി രംഗത്ത് നിന്ന് കൽക്കട്ടയിൽ ഡിഗയിൽ നടക്കുന്ന വിദ്യാർത്ഥി ക്യാമ്പിൽ പോയി. അന്ന് സുന്ദരിയാണ് ഞങ്ങൾക്ക് അന്ന് അവിടെ ക്ലാസ് എടുത്തത്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തന്നെ മനസ്സ് ഈ എൻജിനീയറിംഗ് വിദ്യാഭ്യാസം, ശാസ്ത്ര വിദ്യാഭ്യാസം, ഈ പിന്നെ മാത്തമാറ്റിക്സ് ഇതിനോടുള്ളതിനേക്കാൾ രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യം വന്നു. അത് പഠിക്കണം തോന്നി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇതിലേക്ക് വരുന്നത്. SFIയുടെ കണ്ണൂർ താലൂക്ക് സെക്രട്ടറിയോ ആയിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു CPM അംഗത്വം കിട്ടുന്നത്. അത് CPMലേക്ക് നേരിട്ട് എങ്ങനെയാണ് വരുന്നത്? ആരാണ് താങ്കളെ പാർട്ടിയിലേക്ക് ആനയിക്കുന്നത്? അച്ഛൻ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എന്നെ കോളേജ് ചേർക്കുന്നത്. അച്ഛൻ അറിയുമായിരുന്നു ഈ സമരത്തിലൊക്കെ പങ്കെടുക്കുന്ന മകൻ? അച്ഛൻ ഞാനിങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഈ പ്രവർത്തിക്കുന്നുണ്ട്, ഈ വിദ്യാർത്ഥി രംഗത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, പാർട്ടി ഓഫീസിലൊക്കെയാണ് പോകാറെന്നുള്ള കാര്യമൊന്നും അച്ഛൻ അറിയില്ലായിരുന്നു. അച്ഛൻ എന്നെ അന്വേഷിച്ച് കോളേജിൽ വരുമ്പോൾ ഒരു ദിവസം ഞാൻ കോളേജിലില്ല. അപ്പോൾ അവിടുന്ന് ആരോ പറഞ്ഞു അവർ പാർട്ടി ഓഫീസിൽ ഉണ്ടായേക്കും. അപ്പോൾ ആ തരത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ അങ്ങേറ്റം ആകർഷണമായി വരികയായിരുന്നു. അപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം നല്ലതുപോലെ ഈ രാഷ്ട്രീയത്തോട് താല്പര്യം കാണിച്ച് പ്രവർത്തിച്ചു വന്നു. ഞാൻ വിദ്യാർത്ഥിയായി അതിൻ്റെ വിദ്യാർത്ഥി രംഗത്ത്, സംഘടനാ രംഗത്ത്, SFIയുടെ ആദ്യത്തെ രൂപീകരണ യോഗത്തിലൊക്കെ ഞാനിവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥി രംഗത്ത് ഇങ്ങനെ പ്രവർത്തിച്ച് വന്നപ്പോൾ അതിനെ തുടർന്ന് ഞാനൊരു യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഒരാളായിട്ടങ്ങ് മാറുകയായിരുന്നു. ഞാൻ താമസിച്ച ഹോസ്റ്റലിന് ചുറ്റും ഉള്ള പാർട്ടിക്കാരിലായിട്ട് എനിക്ക് നല്ല ബന്ധമായി. അവരുടെയൊക്കെ പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി. അന്ന് C. കണ്ണൻ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ പാർട്ടിക്കാർ എന്നോട് പറഞ്ഞു നിങ്ങൾ പ്രസംഗിക്കാൻ വരണം. അങ്ങനെ ഞാനാണ് സിയുടെ മീറ്റിങ്ങിലൊക്കെ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. അന്ന് ഈ സൈക്കിളിലൊക്കെ മൈക്കും കെട്ടിയിട്ടാണ് ഈ സ്ട്രീറ്റ് മീറ്റിംഗ്. അന്ന് വാഹനങ്ങളൊന്നും ഇന്നത്തെ ഇതുപോലില്ല. അപ്പം ഞാൻ ഈ സൈക്കിളോടൊപ്പം ഈ മൈക്കും കുറേ ആളുകളൊക്കെ രാത്രി പെട്രോമാക്സാണെന്ന് ഈ പെട്രോമാക്സൊക്കെ എടുത്ത് ഈ സ്ട്രീറ്റിലൂടെയൊക്കെ യാത്ര പോകുമ്പോൾ ഓരോ സ്ട്രീറ്റിലും ചെന്ന് പ്രസംഗിക്കലൊക്കെ അന്ന് ഞാനായിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തോടങ്ങനെ വന്നു. അങ്ങനെ വന്നതോടുകൂടിയാണ് പിന്നീട് പാർട്ടിയിലേക്ക് വരുന്നത്. എൻ്റെ പാർട്ടിയിലേക്ക് യഥാർത്ഥത്തിൽ എൻ്റെ പാർട്ടി അംഗത്വത്തിനുള്ള നോമിനേഷൻ പാർട്ടിയിലേക്ക് നിർദ്ദേശിക്കുന്നത് സഖാവ് പിണറായിയാണ്. എന്നെ പാർട്ടി അംഗത്വത്തിലേക്ക് ഒരാൾ നിർദ്ദേശിച്ചാൽ ഒരാൾ സപ്പോർട്ട് ചെയ്യണം, പിന്താങ്ങണം. അത് സഖാവ് O. ഭരതേട്ടനായിരുന്നു. അപ്പോൾ പിണറായിയാണ് എൻ്റെ പാർട്ടിയിലേക്ക് നിർദ്ദേശിച്ച ആൾ. അതുപോലെ തന്നെ O. ഭരതേട്ടനാണ് അതിൻ്റെ പിന്താങ്ങിയ ആൾ. ഈ രണ്ടുപേരും അന്ന് പാർട്ടിയുടെ അറിയപ്പെടുന്ന നേതാക്കളാണ്. അപ്പോൾ അവർ തന്നെയാണ് എന്നെ പാർട്ടി നിർദ്ദേശിച്ചു. പിന്നെ ഞാൻ പാർട്ടിയുടെ ഭാഗമായി അവിടെ SFIയുടെ ജില്ലാ സെക്രട്ടറിയായി. അതിനുശേഷം DYFI എന്ന് രൂപീകരിച്ചിട്ടില്ല, KSYF ആണ്, കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ. അതിൻ്റെ ജില്ലാ സെക്രട്ടറിയായി അങ്ങനെ പ്രവർത്തിച്ചു വന്നു. പിന്നെ കോളേജിൽ പോലും പോളിടെക്നിക്കിൽ പോലെല്ലാം വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ ഏതാണ്ട് അവസാനിച്ച മട്ടായി. അവസാനം ഞാനൊരു ദിവസം ഈ പോളിടെക്നിക്കിൽ പോയപ്പോൾ അന്ന് ഹീറ്റ് എഞ്ചിൻ ബാലകൃഷ്ണൻ നമ്മുടെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ കഴിയാത്തൊരവസ്ഥ തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും. കോളേജിലുള്ള പോളിടെക്നിക്കിലുള്ള അധ്യാപകർക്കും എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നോക്ക്, നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ ട്യൂഷൻ നൽകാം. ഞാൻ പറഞ്ഞു, സാർ അതെനിക്ക് കഴിയും തോന്നുന്നില്ല, ഞാൻ ഏതായാലും പോളിടെക്നിക്കിൽ നിന്ന് വിരമിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. അദ്ദേഹം പിന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി. നല്ല ഒരു അധ്യാപകനായിരുന്നു. അങ്ങനെ എന്നോട് ചില അധ്യാപകർ, അന്നത്തെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ജയരാജൻ വന്ന് ഇവിടെ പഠിക്കുന്നതല്ലേ നല്ലത്. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷേ ഇത് രണ്ടും ഒന്നിച്ചു പോകുന്നില്ല. കാരണം ഒരു പോളിടെക്നിക് വിദ്യാർത്ഥിയാകുമ്പോൾ അവിടെ ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്, തിയറി ഉണ്ട്. തിയറിയും പ്രാക്ടിക്കലും തിയറി വെച്ച് പ്രാക്ടിക്കൽ നടത്തി അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ എല്ലാ റെക്കോർഡ്സ് ഇതൊന്നും എഴുതാൻ കഴിയാത്തത് കൊണ്ട് പിന്നെ ഞാൻ തന്നെ സ്വമേധയാ ആരും അറിയാതെ പോളിടെക്നിക് വിദ്യാഭ്യാസം ബ്രേക്ക് ചെയ്ത് പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനായി. അച്ഛനെന്താ പറഞ്ഞത്? അച്ഛനൊക്കെ പിന്നീട് അറിയത്തില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു, അല്ല ചെറുപ്പക്കാരായില്ലേ, ഇനിയിപ്പോൾ എന്താ ആര് പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ശരിയാകുക, അവരവരുടെ ചിന്തക്കനുസരിച്ച് പോട്ടെ. ഈ ഇപ്പോഴത്തെ
CPIM-ൻ്റെ യുവജന സംഘടന DYFI, ആദ്യം KSYF ആണ്, താങ്കൾ നേരത്തെ പറഞ്ഞത്. KSYF. അത് അഖിലേന്ത്യാ തലത്തിൽ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പ്രിപ്പറേറ്ററി കമ്മിറ്റിയുടെ കോർഡിനേറ്ററായിരുന്നു താങ്കൾ. പിന്നീട് ലുധിയാനയിൽ ചേർന്ന ആദ്യത്തെ DYFI രൂപീകരണ സമ്മേളനത്തിൽ താങ്കൾ അതിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായി. ആദ്യത്തെ DYFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുന്നു. താങ്കളോടൊപ്പം ജനറൽ സെക്രട്ടറി ഹനൻ മുള്ളയായിരുന്നു അല്ലേ? അതെ അതെ. ഹനൻ മുള്ള അതിനു ശേഷം അത് ഇപ്പോൾ ഉണ്ട്. അതല്ല, അദ്ദേഹം 8 തവണയോളം പാർലമെൻറ്റ് അംഗമായി, പിന്നെ PBയിലെത്തി. അപ്പോൾ ഈ പാർട്ടിയിൽ താങ്കളോടൊപ്പം ചേർന്നവരൊക്കെ ഇങ്ങനെ മേലോട്ട് കയറി പോകുമ്പോൾ താങ്കൾക്കൊരു സ്വാഭാവികമായ വളർച്ച ഉണ്ടായില്ല എന്നൊരു നീറ്റലോ ഒരു നൊമ്പരം ഉള്ളിലുണ്ടോ? എനിക്ക് കേരളത്തിൽ നല്ല വളർച്ചയാണ്, നല്ല അംഗീകാരമാണ്, പാർട്ടിയിലും നല്ല റെസ്പോൺസ് അംഗീകാരമാണ്. ഞാൻ KSYF ആണ് ആദ്യത്തെ ഞങ്ങളുടെ യുവജന സംഘടന. ആ സംഘടനയുടെ രൂപീകരണത്തിന് ശേഷം ഈ പാർട്ടിയുടെ തന്നെ ഒരു ആലോചനയുടെയും മറ്റും ഭാഗമായി ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള യുവജനങ്ങളുടെ ഒരു ദേശീയ അടിസ്ഥാനത്തിലുള്ള യുവജന പ്രസ്ഥാനം സംഘടന രൂപീകരിക്കണം എന്ന ആലോചന വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാളിലെ അമിത് വാസു അദ്ദേഹവും ഞാൻ 2 ജോയിൻറ്റ് കൺവീനർമാരായി ഒരു പ്രിപ്പറേറ്ററി കമ്മിറ്റി തയ്യാറാക്കി. ആ പ്രിപ്പറേറ്ററി കമ്മിറ്റി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പുരോഗമനവാദികളായിട്ടുള്ള യുവജന സംഘടനകൾ നിരവധിയുണ്ട്. അവരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിലൂടെയാണ് DYFI അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 1980 നവംബർ മാസം ഞങ്ങൾ ലുധിയാനയിൽ, പഞ്ചാബിലെ ലുധിയാനയിൽ സമ്മേളിച്ചു. അവിടെ വെച്ചിട്ടാണ് DYFI എന്ന പേരിൽ കേരളത്തിലെ KSYF, ബംഗാളിലെ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ, ത്രിപുരയിലെ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ, അതുപോലെ തമിഴ്നാട്ടിലെ വാലിബർ മുന്നണി, ഇങ്ങനെ കുറേ സംഘടനകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് DYFI എന്ന അഖിലേന്ത്യാ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ആ സംഘടന രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായി ഞാനും സെക്രട്ടറിയായി ഹനൻ മുള്ളയും. ബംഗാളിലാണ്, അദ്ദേഹം ഞങ്ങൾ 2 പേര്. അതിൽ ഞങ്ങളുടെ കമ്മിറ്റിയിലെന്ന് മണിക് സർക്കാർ, നമ്മുടെ ത്രിപുര മുഖ്യമന്ത്രിയായിട്ട് മണിക് സർക്കാർ, മരിച്ചുപോയ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള ബുദ്ധദേവ് ഭട്ടാചാര്യ, ഇവരൊക്കെ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. പിന്നെ ആന്ധ്രയിലുള്ള മധു, തമിഴ്നാട്ടിലുള്ള ബാലകൃഷ്ണൻ, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇന്ന് രംഗത്തുള്ളവരും ഉയർന്ന രംഗത്തുള്ളവരും ഒക്കെയുള്ള മരണപ്പെട്ടു പോയ ചിലരൊക്കെയുള്ള ഒരു കമ്മിറ്റി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. ആ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച കമ്മിറ്റി ഇന്ത്യയിൽ, അന്ന് ഞങ്ങൾ 13 സ്റ്റേറ്റാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് DYFI വളർന്നു വന്നിട്ടുണ്ട്. ആ വളർച്ചയിൽ ഒരുപാട് ഞങ്ങൾ പഞ്ചാബിലൊക്കെയുള്ള ഞങ്ങളുടെ അന്നത്തെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് തന്നെ, അദ്ദേഹത്തെ എക്സ്ട്രീമിസ്റ്റാണ് വെടിവെച്ച് കൊന്നത്. അതുപോലെ നിരവധി ആളുകൾ, അന്ന് അത് ട്രഷറായിരുന്ന സുനിൽ ചോപ്ര, ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിൽക്കാർക്ക് പരിചയമുള്ള ആളായിരിക്കും. അദ്ദേഹം നിരവധി തവണ കേരളത്തിലൊക്കെ വന്നതാണ്. അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെയുള്ള ഒട്ടനവധി അന്നത്തെ നേതൃരംഗത്തുണ്ടായിരുന്ന യുവജനങ്ങൾ എല്ലാം കൂട്ടായി പ്രവർത്തിച്ച് അഖിലേന്ത്യാ തലത്തിൽ യുവജന പ്രസ്ഥാനമുണ്ടാക്കി. ഞാനതിൻ്റെ പ്രസിഡൻ്റായി. ഞാൻ ആ രംഗത്ത് നിന്ന് പ്രവർത്തിച്ചു. പിന്നെ ഞാൻ പ്രധാനമായി കേന്ദ്രീകരിച്ചത് കേരള പൊളിറ്റിക്സിലും കണ്ണൂരിലും രാഷ്ട്രീയ രംഗത്തുമാണ്. അങ്ങനെയാണ് കണ്ണൂരിലും കേരളത്തിലുമൊക്കെ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വന്നത്. എൻ്റെ വിശ്വാസം, എനിക്ക് അർഹിക്കുന്ന നിലയിലുള്ള എല്ലാ പരിഗണനകളും, ഉയർച്ചയും പിന്തുണയും സഹായങ്ങളും നൽകിയിട്ടുണ്ട്. സഖാവ് AKGയോടൊപ്പം ഞാൻ ഒരുപാട് AKG കണ്ണൂരിലൊക്കെ വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം തന്നെ പല പരിപാടികളും പങ്കെടുക്കും. മരിച്ചു സഖാവ് CH കണാരൻ, അദ്ദേഹത്തോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന അവസരത്തിൽ കണ്ണൂരിൽ അന്നൊരു നേഴ്സിംഗ് ഹോമിൽ ചികിത്സിക്കുമ്പോൾ 2 ആഴ്ചക്കാലം അദ്ദേഹത്തോടൊപ്പം ആ നേഴ്സിംഗ് ഹോമിൽ ഞാനുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ നേതാക്കൾ അഴീക്കോടൻ, എനിക്ക് തോന്നുന്നത് എൻ്റെ 21ാമത്തെ വയസ്സിൽ പിന്നെ തൃശ്ശൂരിൽ ഒരു ബൈ ഇലക്ഷൻ വന്നു. അന്ന് നമ്മുടെ ജോസഫ് ഉണ്ടശ്ശേരി മാഷ് രാജിവെച്ചു. ബൈ ഇലക്ഷൻ വന്നപ്പോൾ ആ ബൈ ഇലക്ഷനിൽ അവിടുത്തെ ഒരു ചുമതലക്കാരനായിട്ട് 21 വയസ്സാണെന്ന് എനിക്കുള്ളൂ. ഞാൻ തൃശ്ശൂർ പട്ടണത്തിൽ പ്രവർത്തിച്ച ആളാണ്. അഴീക്കോടനോടൊപ്പം PV കുഞ്ഞിക്കണ്ണൻ, അഴീക്കോടൻ, MVR ഇവരോടൊക്കെ ഒപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള അന്നത്തെ യുവജന വിദ്യാർത്ഥി രംഗത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഞാനാണ്. അങ്ങനെയൊക്കെ പ്രവർത്തിച്ച അന്ന് തൃശ്ശൂർ എനിക്ക് അന്ന് മുതൽ സുപരിചിതമാണ്.
അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാലത്തെ ജീവിത അനുഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടാണ് വന്നത്. അതിനുള്ള എല്ലാ അംഗീകാരവും പിന്തുണയും സഹായങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ മാത്രമല്ല, ശാരീരികമായി. ഇപ്പോൾ 24-ാമത്തെ വയസ്സിലാണ് എന്നെ ജയപ്രകാശ് മൂവ്മെൻറ്റ് വന്നതിൻ്റെ ഭാഗമായിട്ട് ജയപ്രകാശ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയുണ്ടായിരുന്നു. പിന്നെ ആ യാത്ര അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് 74 അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ മംഗലാപുരത്തേക്ക് പോവുമായിരുന്നു തീവണ്ടിയിൽ. അപ്പോൾ രാവിലെ 4 മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി എത്തും. അപ്പോൾ ജയപ്രകാശ് അതിലുണ്ട്. അപ്പോൾ എനിക്ക് കാര്യങ്ങളറിയാം. ശ്രീ വീരേന്ദ്രകുമാർ, നമ്മളെ ശ്രേയസിൻ്റെ പിതാവ്, അദ്ദേഹം കോഴിക്കോട് നിന്ന് AKG വിളിച്ചു. ഞാനപ്പോൾ അവിടെ ഉണ്ട്, കണ്ണൂർ പാർട്ടി ഓഫീസിൽ AKGയോടൊപ്പം അവിടെ ഉണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ജയപ്രകാശ് ഈ ട്രെയിനിൽ വരും, രാവിലത്തെ ട്രെയിനിൽ അവിടെ എത്തും, അപ്പോൾ AKG അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ AKGയുമായിട്ട് സംസാരിച്ചിട്ട് AKG അദ്ദേഹത്തെ കാണാൻ നിശ്ചയിച്ചു. അങ്ങനെ കാണാൻ നിശ്ചയിച്ചപ്പോൾ രാവിലെ ഇത് രാത്രിയാണ് വിളിച്ചു പറഞ്ഞത്, 10:10:30 ശേഷമാണ്. അപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ ഇത് കേട്ടപ്പോൾ AKG പറഞ്ഞു, വീരൻ വിളിച്ചിരിക്കുന്നു. അങ്ങനെ AKG പറയാം, വീരൻ വിളിച്ചിരിക്കുന്നത് നമുക്ക് രാവിലെ. അപ്പോൾ MVR അവിടെ ഉണ്ട്. പറഞ്ഞ് രാവിലെ പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം, അദ്ദേഹത്തെ ഒന്ന് കാണണം. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് രാവിലെ പോകുമ്പോൾ കുറച്ച് ആളുകളുണ്ടാകും നല്ലതാണ്. ഞാൻ രാത്രി തന്നെ അന്ന് നമ്മുടെ ബന്ധപ്പെടാൻ പറ്റാവുന്ന കേന്ദ്രങ്ങളിലൊക്കെ പോയി രാവിലെ 4 മണിയാകുമ്പോഴേക്കും ഒരു വൻ ജനക്കൂട്ടം തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കാറിൽ MVRും അതുപോലെ തന്നെ AKGയും വന്നു. ഞങ്ങൾ അവിടെ എത്തിയിരുന്നു. നേരെ വന്ന് AKG, അപ്പോൾ ട്രെയിൻ വന്നു. അപ്പോൾ കരിങ്കൊടിയുമായിട്ട് കോൺഗ്രസ്സുകാർ JPക്കെതിരായിട്ട്. അപ്പോൾ അത് നേരത്തെ വീരേന്ദ്രകുമാറിന് അറിയുമായിരുന്നു. അദ്ദേഹം അതും പറഞ്ഞിരുന്നു AKGയോട്. അതുകൊണ്ട് ആ കരിങ്കൊടിക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങൾ നല്ല ജനക്കൂട്ടം തന്നെയുണ്ട് ഈ കരിങ്കൊടിക്കെതിരായിട്ട് ജയപ്രകാശിനെ സ്വീകരിക്കാൻ. AKG അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. JP വന്നു. JPയുമായിട്ടൊക്കെ കണ്ട് സംസാരിച്ച് ട്രെയിനിൽ JP പോയി. AKG MVR കാർ കയറി പോയി. ഞങ്ങൾ ജാഥയായിട്ട് പാർട്ടി ഓഫീസിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്നത്തെ കണ്ണൂരിലെ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ വെച്ച് പോലീസ് ലാത്തിച്ചാർജ് ചെയ്തു. ലാത്തിച്ചാർജാൽ ഒരു കാര്യവുമില്ലായിരുന്നു. ലാത്തിച്ചാർജ് ചെയ്തു ഞങ്ങൾക്ക് നേരെ. എല്ലാവരും ഓടി, ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് അവിടുത്തെ DYSP ആയിരുന്നു നന്ദൻ വേണൻ. അദ്ദേഹം പാലക്കാടുകാരനാണ്. പിന്നെ പുലിക്കോടന്നാരാണ്. ഇവർ രണ്ടുപേരും കൂടി എന്നെ ടൗണിലിട്ട് അടിച്ച്, അന്നാണ് എൻ്റെ തലക്കൊക്കെ മുറിവേറ്റത്. വലിയ മുറിവായിരുന്നു. അബോധാവസ്ഥയിലായി അവിടെ റോഡിൽ കിടന്നു. അവർ റോഡിൽ കിടന്നതിന് ശേഷം പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയില്ല. അവസാനം AKG ഇതറിഞ്ഞു. AKG ബഹളം വെച്ചു. AKG പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യാഗ്രഹം നടത്തും. അങ്ങനെയാണ് എന്നെ അവിടെ റോഡിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തത്. അന്നുണ്ടായിട്ടുള്ള അടിയെന്ന് പറയുന്നത് മാരകമായിട്ടുള്ള മർദ്ദനമായിരുന്നു. ശരീരത്തിൽ അന്ന് പരിക്കില്ലാത്ത ഭാഗം കുറവാണ്. ഇന്നും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ കൈക്കും അതുപോലെ തന്നെ കഴുത്തിനുമൊക്കെയുള്ള ഒരു പ്രശ്നത്തിനൊരു ഘടകം അതാണ്. എൻ്റെ ഈ കാലിന് താഴെ, മുട്ടിന് താഴെ ഇപ്പോൾ എനിക്ക് അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഫലമായിട്ട് തന്നെ രാത്രി ഉറങ്ങാൻ തന്നെ പ്രയാസപ്പെടുന്നുണ്ട്. അതൊരു പ്രശ്നമല്ല എൻ്റെ ജീവിതത്തിൽ. പക്ഷെ ഭീകരമായ മർദ്ദനങ്ങൾ ശരീരമാകെ. പിന്നെ ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിൽ വിട്ടതിന് ശേഷം ആയുർവേദ ചികിത്സ എടുത്തു. അങ്ങനെയാണ് പിന്നെ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നത്. ഇതുപോലുള്ള ഒട്ടനവധി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ ജീവിതങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അതിന് 24-ാമത്തെ വയസ്സിലാണ് ഞാൻ ഇത്രയും അതിനു മുമ്പ് പിന്നെ 71-ൽ എന്നെ ഗൂണ്ടാസ് ആക്രമിച്ചിട്ടുണ്ട്. അന്ന് മാടായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. മാടായി മത്തായി മാഞ്ഞൂരാൻ മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്തായി മാഞ്ഞൂരാൻ നേരത്തെ മന്ത്രിയായിരുന്നു. പിന്നീട് ആ ഗവൺമെൻറ് പോയി. പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോൺ മാഞ്ഞൂരാൻ, ഞാനെന്നാ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത്, അന്ന് എനിക്ക് 20 വയസ്സേ പ്രായമുള്ളൂ. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന കേന്ദ്രത്തിൽ തന്നെ ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. അവിടെ വെച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്നെ ആക്രമിച്ചു. അന്ന് രക്ഷപ്പെട്ടത് അത്ഭുതകരമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് എൻ്റെ രാഷ്ട്രീയം, അതിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്, അതിലൂടെയാണ് ഇന്നത്തെ ഞാനായി തീർന്നത്. ഇത് മാത്രമല്ല, കോഴിക്കോട് ഈ നാൽപ്പാടി വാസു അതൊക്കെ DIG ഓഫീസിൻ്റെ മുമ്പിൽ വെടിവെപ്പാണ് നടന്നത്. ആ വെടിവെപ്പിൻ്റെ മുമ്പിൽ എന്നോട് അവസാനം അടുത്തൊരു പോലീസ് ഓഫീസർ പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്ന എന്തൊക്കെയാണ്, ലേശം അത് തിരിച്ചു വെച്ചില്ലെങ്കിൽ നിങ്ങൾ നേരെ കൊള്ളൂല്ലേ.
കണ്ണൂരിൽ പോലീസ് വെടിവെപ്പ് നടക്കുമ്പോൾ ഞാനും ഒന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണനുണ്ട്, ഞങ്ങൾ അന്ന് പാർട്ടി ഓഫീസിലായിരുന്നു. പാർട്ടി ഓഫീസിൽ ഈ വെടിവെച്ച് കേട്ടിട്ടാണ് ഞങ്ങൾ ഓടുന്നത്. അപ്പോൾ വരുമ്പോൾ പോലീസുകാർ നിരന്ന് നിന്ന് വെടിവെക്കുകയായിരുന്നു. അതിൻ്റെ മുമ്പിലേക്ക് ചാടി ആ വെടിവെപ്പിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ. അങ്ങനെ ഒട്ടനവധി ജീവിതാനുഭവങ്ങളുണ്ട്. ഇതൊന്നും ഞങ്ങളധികം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. യാദൃച്ഛികമായി ശശീന്ദ്രൻ ചോദിച്ചതുകൊണ്ട് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ് വളർന്നു വരുന്നത് ഒരുപാട് CPM നേതാക്കളുടെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മണ്ണായ മാടായി, പാപ്പിനിശ്ശേരി, കല്യാശ്ശേരി ഭാഗത്തു നിന്നാണ്. അവിടെ നിന്നാണ് ഒരു ഘട്ടത്തിൽ 1984, 85 കാലത്ത് ബദൽ രേഖ എന്ന് പറഞ്ഞ് താങ്കളുടെ മുതിർന്ന നേതാവ് MV രാഘവൻ പുതിയൊരു പാർട്ടി രൂപീകരിച്ച് പുറത്തുന്നത്. അപ്പോൾ MVR തന്നെ അന്ന് ആ പ്രസംഗത്തിലൊക്കെ നായനാർ അതിലൊപ്പിട്ടു, അങ്ങനെ പലരുടെയും പേരുകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകനായിട്ടും താങ്കളുടെ പേര് ഉണ്ടായിരുന്നു. താങ്കൾക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നില്ലേ? നായനാർ യഥാർത്ഥത്തിൽ മരിക്കുന്നത് വരെ വളരെ സ്നേഹവാത്സല്യത്തോടു കൂടി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാനതാരോട് പറയാൻ ആഗ്രഹിക്കുന്നതല്ല. കല്യാശ്ശേരി വന്നാൽ എന്നെ വിളിക്കും, ഞാൻ പോകും. MVRമാരി ഞാൻ നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷേ പാർട്ടിയുടെ നയം അംഗീകരിച്ചു. പാർട്ടി നയം അംഗീകരിച്ചാൽ പാർട്ടി നയത്തോടൊപ്പം നിൽക്കണം, പാർട്ടി നയം കാത്തു സൂക്ഷിക്കണം. ആ പാർട്ടി നയം കാത്തു സൂക്ഷിക്കലാണ് ഒരു പാർട്ടി അംഗത്തിൻ്റെ ചുമതല. വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. അതിൽ പാർട്ടി രീതിയിൽ തന്നെയുള്ളൊരു സമീപനം ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കുക, സംശയ നിവാരണം വരുത്തുക എന്നുള്ളതാണ്. അതിന് പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കലല്ല ശരി. അതുകൊണ്ട് ആര് നിലപാട് സ്വീകരിച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളിൽ രണ്ട് ചേരിയായി നിന്നപ്പോൾ ഇടതുപക്ഷ സമീപനമുള്ളവർ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് രാഷ്ട്രീയമായ അവിടെ ബന്ധങ്ങളും പ്രശ്നങ്ങളുമല്ല, രാഷ്ട്രീയമാണ്. ഞാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളായിരുന്നു MVR. പക്ഷേ കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ വീട്ടിൻ്റെ വളരെ അടുത്തുള്ള പ്രദേശത്തുള്ള ഒരാളാണ്. ഞാൻ ഇരണാവിലും, അദ്ദേഹം പാപ്പിനിശ്ശേരിയുമാണ്. ഇന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയായപ്പോൾ അദ്ദേഹത്തെ ഒളിവിൽ കൊണ്ടുവന്ന് നടന്നതും പല സ്ഥലത്തും 70 കൊലക്കേസ് ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ ഇരണാവ് കൊലക്കേസ് പറയപ്പെടും. അതിലേക്ക് MVR പ്രതിയായിരുന്നു. അന്ന് അദ്ദേഹത്തെ ഒളിവിൽ കൊണ്ടുപോകാൻ, പാർപ്പിക്കാൻ ഒക്കെ ഒരു വലിയ അല്ലെങ്കിൽ ഒരു എളിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം എൻ്റെ വീട്ടിൽ ഒളിവിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ പോലും അറിയാതെ എൻ്റെ വീട്ടിൽ ഒളിവിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ അത് വളരെ വ്യക്തിബന്ധമുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ എന്താണോ പാർട്ടി നയം, ആ നയത്തോടൊപ്പം നിൽക്കുക. അതിനോട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പാർട്ടി രീതിയിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുക. ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷം കീഴടങ്ങുക. അത് തത്വമാണ്, സിദ്ധാന്തമാണ്. അഭിപ്രായമുണ്ടാകാം, ആ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകാം. പക്ഷേ ആ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് തീരുമാനത്തിലേക്ക് എത്തുക? ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷം കീഴടങ്ങണം, ഭൂരിപക്ഷ നയം നടപ്പിലാക്കണം. അതാണ് സഖാവ് സുന്ദരയ്യ കാണിച്ചത്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നയം അല്ല പാർട്ടി അംഗീകരിച്ചത്, അദ്ദേഹത്തിൻ്റെ നയമല്ല അംഗീകരിച്ചത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ അംഗീകരിക്കുന്ന നയമല്ല അംഗീകരിച്ചത്, പക്ഷേ എൻ്റെ ചുമതല പാർട്ടി അംഗീകരിച്ച നയം നടപ്പിലാക്കലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടം മുഴുവൻ അദ്ദേഹം അതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അതാണ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ നിർവഹിക്കേണ്ട ദൗത്യം. ഞാനതാ നിർവഹിച്ചത്. വ്യക്തിബന്ധങ്ങളല്ല, രാഷ്ട്രീയ നയങ്ങൾ, രാഷ്ട്രീയ സമീപനങ്ങൾ, അതാണ് നമ്മെ ഒന്നിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഒന്നിക്കുന്നത്? രാഷ്ട്രീയമായ നിരീക്ഷണമാണ്, ഒരു ഒബ്സർവേഷനാണ്, ആശയപരമായ പൊരുത്തമാണ്. ആ ആശയപരമായ പൊരുത്തം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. ഇത്തരം രാഷ്ട്രീയ വിശദീകരണങ്ങളൊക്കെ പറയുമ്പോഴേ വളരെ വർഷങ്ങൾക്ക് മുമ്പ് താങ്കളൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടായിരുന്നു. പരിപ്പുവടയും കട്ടൻ ചായയും അല്ല ഇന്നത്തെ കുടിച്ചുകൊണ്ടല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിക്കേണ്ടത് എന്ന്. ഇപ്പോഴും ആ അഭിപ്രായത്തിൽ തന്നെയല്ലേ? ഇടയ്ക്കിടയ്ക്കത് പല ചർച്ചകളിലുമൊക്കെ താങ്കളെ ഉദ്ധരിക്കാറുണ്ട്. അത് എൻ്റെ PP ശശീന്ദ്രൻ പിന്നെ അത് എത്ര കൊല്ലായി എന്നറിയും പറഞ്ഞിട്ട്. അതാണ് ഇപ്പോഴും അത് എത്ര വർഷം എന്നറിയും. ഞാൻ അത് മാത്രമല്ല, ആ പ്രയോഗമാണ് താങ്കളുടെ എന്ന് പറയുന്ന ആത്മകഥയുടെ തലക്കെട്ടുമായിട്ട് വന്നത്. ഞാൻ പ്രസംഗിച്ചതുപോലെയല്ല വന്നത്. ഞാൻ പ്രസംഗിച്ചത് എന്താ, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ
വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുണ്ട്. ശാസ്ത്രബോധം, ശാസ്ത്ര വളർച്ച, മനുഷ്യൻ്റെ ബുദ്ധിപരമായ വളർച്ച. മനുഷ്യൻ്റെ ബുദ്ധിപരമായ വളർച്ചയുടെ ഭാഗമാണ് ഇന്നത്തെ AI. മനുഷ്യൻ ഇനിയും വളരും, വികസിക്കും, ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. മഹാനായ കാർൽ മാർക്സ് ചൂണ്ടിക്കാണിച്ചു, ഈ പ്രപഞ്ചത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കും. എന്താ മനുഷ്യരിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം? ബുദ്ധിപരമായിട്ട് അതിവേഗത്തിലുള്ള വികാസമാണ്. അതിൻ്റെ ലക്ഷണം നമുക്ക് നമ്മുടെ കുട്ടികളിൽ കാണാം. നമ്മേക്കാളും ബുദ്ധിശാലികളാണ് നമ്മുടെ ചെറിയ കുട്ടികൾ. നിങ്ങൾക്ക് തന്നെ സ്വന്തം അനുഭവങ്ങളുണ്ടാകും. വീട്ടിൽ നിങ്ങൾ നോക്കുക, നിങ്ങളെക്കാളും നന്നായി റിമോട്ട് എടുത്ത് TV ഓപ്പറേറ്റ് ചെയ്യാനും കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനും പിന്നെ ഒക്കെ ആ കുട്ടികൾ സമർത്ഥരാണ്. അവർക്ക് വേഗത്തിൽ ഉൾക്കൊള്ളാനും ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത്രയും നമ്മുടെ കഴിയില്ല. അപ്പോൾ ഈ ജനറേഷൻ, വരുന്ന ജനറേഷൻ അതിബുദ്ധിശാലികളാണ്. ആ കുട്ടികൾക്ക് ശേഷം വരുന്ന ജനറേഷൻ അതിനേക്കാളും ബുദ്ധിശാലികളാവും. ഈ പ്രപഞ്ചത്തിൽ ഒട്ടനവധി രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ കണ്ടെത്തി കണ്ടെത്തി ശാസ്ത്രം വളരും. ആ വളർച്ചയെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഈ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ പൊതു വളർച്ചയെ കാണുന്നത്. ഇതിൻ്റെ ഭാഗമായി വരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഞാൻ അന്ന് അവിടെ പ്രസംഗിച്ചത് ഈ പറയുന്നത് പോലെയല്ല. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെന്നും ഈ ബീഡിയും വലിച്ച് കീറി പറഞ്ഞ കുപ്പായുമായി ഓലപ്പായിലാണ് കിടന്നുറങ്ങണം, നല്ല ഭക്ഷണം കഴിക്കരുത്, ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുടെ നാട്ടിൽ. കമ്മ്യൂണിസ്റ്റുകാരാണ് ശാസ്ത്രത്തെ വളർത്തിയെടുക്കാനും വികസിക്കാനും മനുഷ്യ സമൂഹത്തിൻ്റെ ആകെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ കുറച്ച് ആൾ, ഞങ്ങളിങ്ങനെ കട്ടൻ ചായയും കഴിച്ച് ഏതെങ്കിലും ബെഞ്ച് കിടന്നുറങ്ങും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരരുത്, ഒരു ജനകീയ പ്രസ്ഥാനമാകരുത്, അത് ബഹുജനങ്ങളുടെ ആകെ പിന്തുണയുള്ള പ്രസ്ഥാനമാകരുത് എന്ന് ആഗ്രഹിച്ച് നടക്കുന്നുണ്ടാവും. അതല്ല, കാലോചിതമായി കാര്യങ്ങളെ വിലയിരുത്താൻ മാർക്സത്തിന് മാത്രമേ കഴിയൂ. ശാസ്ത്രീയമായ നിരീക്ഷണം നടത്താൻ കമ്മ്യൂണിസ്റ്റുകാർക്കല്ലാതെ മറ്റാർക്കാ സാധിക്കുക? ഇന്ന് ശാസ്ത്രത്തിൻ്റെ മുഴുവൻ വളർച്ചയെയും ഉപയോഗപ്പെടുത്തി മനുഷ്യ സമൂഹത്തെ നിരീക്ഷിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് മുമ്പിൽ. ശാസ്ത്രത്തെ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. ശാസ്ത്രബോധം വളർത്താൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ അവിടെ പോയി കിടക്കണം, ബീഡി വലിച്ച് കുത്തിയിരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുണ്ട്. അവരെ പരിഹസിച്ചതാ. എന്താക്കിയത്? നേരെ തിരിച്ച് കമ്മ്യൂണിസ്റ്റുകാർ കട്ടൻ ചായയും പരിപ്പുവടിയും കഴിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ? എത്ര കൊല്ലായി എന്നറിയോ? എനിക്കൊരു 35 കൊല്ലായി കാണുന്നതായിരുന്നു. അതാ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ ചിലർ എഴുതിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഒരു ഗീതയും ബൈബിളും ഖുറാനും ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അത് ഞാൻ അഭിനയിച്ചൊരു നാടകമാണ്. നാടകാഭിനയം എങ്ങനെ, ഏത് കാലത്തായിരുന്നു അത്? ഞാനത് പിന്നെ യുവജന കാലഘട്ടത്തിൽ തന്നെയാണ്. എനിക്ക് ഈ നാടകത്തോട് എനിക്ക് വലിയ താല്പര്യമാണ്. സിനിമയെക്കാളും ഞാൻ നാടകത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ ഈ സാംബശിവൻ്റെ കഥാപ്രസംഗം പണ്ട് എവിടെ ഉണ്ടായാലും ഞാൻ സാംബശിവൻ്റെ കഥാപ്രസംഗം പോകും. അന്ന് കെടാമംഗലം സദാനന്ദനുണ്ട്, അദ്ദേഹത്തെക്കാളും ഞാൻ ഈ സാംബശിവൻ്റെ കഥാപ്രസംഗം ആസ്വദിച്ച ഒരാളാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ ഓമാധവൻ്റെ നാടകങ്ങൾ കാണാൻ എനിക്ക് വലിയ കാലടി ഗോപി, പിന്നെ ജോസ്, ഇങ്ങനെ കുറേ പ്രശസ്തരായിട്ടുള്ള പിന്നെ നാടക രചയിതാക്കളും നാടക ട്രൂപ്പുകളുമുണ്ട്. ഈ നാടകങ്ങളെല്ലാം കാണാൻ പോകും. നാടകത്തോട് എനിക്ക് അതീവ താല്പര്യമാണ്. ഞാൻ തന്നെ നാടകത്തിൽ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു നാടകമാണ് നിങ്ങളീ പറഞ്ഞിരിക്കുന്ന ബൈബിളും ഖുറാനും, പിന്നെ ഗീതയും ബൈബിളും ഖുറാനും. അത് ഇബ്രാഹിം വെങ്ങര എഴുതിയ നാടകമാണ്. ഇബ്രാഹിം വെങ്ങര തന്നെയാണ് അത് സംവിധാനം ചെയ്തത്. അതിൽ നിലമ്പൂർ ആയിഷ അഭിനയിച്ചിരുന്നു. ഞാൻ ആ നാടകത്തിലുണ്ട്. നിലമ്പൂർ ആയിഷയും ഞങ്ങളൊക്കെ അഭിനയിച്ചൊരു നാടകമായിരുന്നു അത് ചെറുകുന്നിൽ വലിയ ഒരു സദസ്സിൻ്റെ മുമ്പാകെ അഭിനയിച്ചു. ഞാനതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ ചെറിയ കാലത്ത് തന്നെ ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കതിനോട് നാടകത്തോട് അഭിനയം ഉള്ളിലുണ്ട്. സിനിമയിലൊരു കൈ നോക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് തെറ്റില്ല, കാരണം അത് നല്ലൊരു കലാസൃഷ്ടിയാണ്. ജനങ്ങളൊക്കെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കലാരംഗമാണിന്ന് സിനിമ. സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ താങ്കൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ ആരെങ്കിലും സമീപിച്ചോ? തെറ്റൊന്നുമില്ല, അഭിനയിക്കാൻ നിങ്ങൾ ചാൻസ് അന്നേരം നോക്കാം. താങ്കളുടെ ഭാര്യ KP ഇന്ദിര സദസ്സിലുണ്ട്. PK ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റി, ഒരു കുടുംബത്തിൽ നിന്ന് 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഈ കല്യാണം ശ്രീമതി ടീച്ചറുടെ സഹോദരിയാണ്. ഈ കല്യാണം ഒരു പാർട്ടി കല്യാണമായിരുന്നോ? കല്യാണം പാർട്ടി ഓഫീസിൻ്റെ AKG ഹാളിൽ വെച്ചായിരുന്നു കല്യാണം. അവരുടെ കുടുംബം എന്ന് പറയുന്നത് പഴയ കമ്മ്യൂണിസ്റ്റ് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കുടുംബമാണ്. അവരുടെ വലിയച്ഛൻ എന്ന് പറയുന്നത് അവിടുത്തെ മയ്യിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ടീച്ചറുടെ അച്ഛൻ. പിന്നെ അവിടെ പഴയ കാലത്ത് അവിടെ പിന്നെ പാർട്ടിയിലും അമ്മ പഞ്ചായത്ത് മെമ്പറായിരുന്നു, പാർട്ടി അംഗമായിരുന്നു.
നല്ല ടീച്ചറായിരുന്നു, അവർക്ക് സ്വന്തമായി 2 സ്കൂളുണ്ട്. അതൊക്കെ നടത്തുന്ന ഒരു മെച്ചപ്പെട്ട കുടുംബമാണ്. ഇന്നലെയും അത് ടീച്ചറാവാൻ ആഗ്രഹിച്ചത്, പക്ഷേ ബാങ്കിലാണ് അവർക്ക് ജോലി കിട്ടിയത്. ബാങ്കിലൊക്കെ ജോലി ചെയ്തു. അങ്ങനെ ഒരു നല്ല ഞങ്ങൾ സാധാരണഗതിയിൽ പിന്നെ ആലോചിച്ച് കുടുംബപരമായിട്ട് തന്നെ ആലോചിച്ച് നടത്തിയിട്ടുള്ള കല്യാണമാണ്. കല്യാണം കഴിക്കുന്നതിന് മുൻപ് എനിക്ക് ആ വീടുമായിട്ട് പരിചയമുണ്ട്, ഇവരെ ബന്ധുക്കളെ. കാരണം ഞാൻ അതൊരു കമ്മ്യൂണിസ്റ്റ് ഫാമിലി എന്നുള്ളത് മാത്രമല്ല, അവരുടെ വല്യച്ഛൻ്റെ വീട്ടിലൊക്കെ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. രാത്രി അവർ വല്യച്ഛൻ്റെ വീട് അതിന് തൊട്ടടുത്താണ്. അങ്ങനെ വീടുമായിട്ടും അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഞാൻ DYFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ടീച്ചറൊക്കെ വളരെ സജീവമായി രംഗത്തേക്ക് വന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ടീച്ചറുമായിട്ടും ഒക്കെ നല്ല ബന്ധവും പരിചയമുണ്ട്. ടീച്ചറുടെ കുടുംബങ്ങളെല്ലാം ഏതാണ്ട് പാർട്ടിക്കാരാണ്. ടീച്ചറുടെ അമ്മാവ് മാത്രമേ കോൺഗ്രസ് ഉള്ളൂ. അദ്ദേഹം വലിയ, ഞാൻ പറയില്ല പിരാന്തൻ കോൺഗ്രസ് എന്നാണ്, വല്ലാത്ത കോൺഗ്രസ് തലയിൽ കയറിയിട്ടുള്ള ആളായിരുന്നു അവരുടെ അമ്മാവൻ. കോൺഗ്രസ് വളരെ അദ്ദേഹം ഒരു എക്സൈസ് ഇൻസ്പെക്ടറായിരുന്നു. പക്ഷേ ഒരു പൈസ പോലും കൈക്കൂലി വാങ്ങാത്ത, വളരെ പിന്നെ ഖദർ മാത്രം ധരിച്ച് അതിൽ നിൽക്കുന്ന ഒരു ആളായിരുന്നു. പക്ഷേ കോൺഗ്രസ്സാണ് ശരീരത്തിലില്ല. അപ്പോൾ അത് ഞാൻ പറയാറുണ്ട് തമാശയിലാണെങ്കിലും. അതാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങൾ സാധാരണ ആലോചിച്ച് അന്വേഷിച്ച് വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അവർ ബാങ്കിൽ നിന്ന് റിട്ടയറായി. ചോദ്യത്തിലേക്ക് അടക്കം. ജയരാജേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങേ ഏറെ ഏറ്റവും സ്വാധീനിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണെന്ന്? ഏറ്റവും സ്വാധീനിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ്? അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ഒരാളിൽ കേന്ദ്രീകരിക്കുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ എല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടമാണ്. എല്ലാ നേതാക്കളെയും ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് അവരിഷ്ടപ്പെടുന്നതിൻ്റെ കാരണം മാർക്സ്യൻ ആശയങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയിലല്ല, പൊതുസമൂഹത്തിൻ്റെ ആകെ അംഗീകാരം നേടാൻ കഴിഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ പൊതുസമൂഹം ആകെ ബഹുമാനിക്കുന്നു. ഞാനും അതുപോലെ നേതാക്കളെല്ലാം ബഹുമാനിക്കുന്ന ഒരാളാണ്. EMS, AK ഇവരൊക്കെ ഏത് ജീവിതത്തിലും, CH കണാരൻ ഒക്കെ, പിന്നെ P കൃഷ്ണപിള്ള ഞാൻ ജനിച്ചതിന് മുമ്പ് മരിച്ചുപോയ ആളാണ്, പാമ്പ് കടിയേറ്റ് മരിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായ മതിപ്പുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമാണ് എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഓരോരുത്തരുടെയും അംഗീകാരം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. ബഹുമാനപ്പെട്ട EP, ഞങ്ങളെല്ലാം ബഹുമാനിക്കുകയും ഞങ്ങളുടെ അഹങ്കാരമാണ് താങ്കൾ. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ AA സംവിധാനം സംബന്ധിച്ച് പറഞ്ഞു ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമാണെന്ന്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അത് ഈ കാലഹരണപ്പെട്ട ഒരു സംവിധാനമാണ് എന്ന് കഴിഞ്ഞൊരു പ്രസ്താവന കണ്ടു. അത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ വിവരിക്കുക. ഞാൻ ശരിയും തെറ്റും നിശ്ചയിക്കാൻ വളർന്നു വന്നിട്ടുള്ള ഒരാളായി ഞാൻ കാണുന്നില്ല. അത് ശാസ്ത്രമാണ്. അത് നിങ്ങളുടെ ഇടയിലുള്ള ശാസ്ത്രജ്ഞന്മാർ അത് സംബന്ധിച്ച് പറയട്ടെ. എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ശാസ്ത്രരംഗത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്തിമമായിട്ടൊരു അഭിപ്രായം പറയാൻ ഞാൻ അശക്തനാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമസ്കാരം സഖാവേ. ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പ്രസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നാണ് സ്വയം വിമർശനപരമായി താങ്കൾ വിലയിരുത്തുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വളർച്ചയുടെ ഘട്ടത്തിലാണ്. ആ വളർച്ചയുടെ ഘട്ടത്തിൽ 1957 EMS ഗവൺമെൻറ് കേരളത്തെ പുതിയ കേരളമാക്കാൻ ഫലപ്രദമായ നടപടി സ്വീകരിച്ചു. 67 EMS ഗവൺമെൻറ് കേരളത്തെ കുറേ കൂടി ഉയർത്തി. അതിൻ്റെ ഫലമായി കേരളം ഒരുപാട് മാറി. ഭൂപരിഷ്കരണം, സഹകരണം, വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം, ആരോഗ്യം. ഇതിലൂടെ ഇടതുപക്ഷം അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിലെല്ലാം കേരളത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. അതിൻ്റെ ഒരു തുടർച്ചയെന്നുള്ള നിലയിൽ നയനാർ, കർഷക തൊഴിലാളിക്ക് പെൻഷൻ, അതുപോലെ തന്നെ സമ്പൂർണ്ണ സാക്ഷരത, ഈ നിലയിൽ കേരളത്തെ ഉയർത്തി. ഇപ്പോൾ പിണറായിയുടെ ഗവൺമെൻറ് കേരളത്തെ ഒരു പുതിയ കേരളമാക്കി, സമ്പൂർണ്ണ വികസന കേരളം അതിൻ്റെ വഴികളിലാണ്. അതിൻ്റെ ഫലമായി കേരളം വളരുകയാണ്, കേരളം വികസിക്കുകയാണ്. ഈ വളർച്ചയും വികസനവും ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുന്നു എന്ന് മനസ്സിലാക്കി ആ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ വ്യക്തിഹത്യ നടത്തുക, അതിനു വേണ്ടിയിട്ടുള്ള വാക്കുകളും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുക, അതിനുവേണ്ടി നിരന്തരമായി ശ്രമിക്കുക. ആ വ്യക്തിഹത്യ നടത്തി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ തകർത്ത് അതുവഴി CPMനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇടതുപക്ഷ വിരുദ്ധ വലതുപക്ഷ ശക്തികളാകെ ഒന്നിക്കുകയാണ്. എല്ലാ വലതുപക്ഷ ശക്തികളും ഒന്നാണ്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി,
SDPI, മുസ്ലിം ലീഗ് അതിപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേർന്നു. ഇന്ത്യയിൽ ഉയർന്നു വന്നൊരു മഹാസഖ്യമായിരുന്നു ഇന്ത്യ മുന്നണി. കോൺഗ്രസ് തകർക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്നലെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തോറ്റു, 22-ലെത്തി. എന്താ കാരണം? അവർ BJP ജയിപ്പിച്ചു. കോൺഗ്രസ് ആത്മഹത്യാപരമായ നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസ് നശിക്കുകയാണ്, BJP ശക്തിപ്പെടുത്തുകയാണ്. ഇത് ഇന്നലെ ഡൽഹിയിൽ മാത്രം തുടങ്ങിയതല്ല. ഞാൻ ഒരു 3 ദിവസം മുമ്പ് കാഞ്ഞങ്ങാട് പ്രസംഗിച്ചു. ഇവിടെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തോറ്റാൽ ഉത്തരവാദി കോൺഗ്രസ് ആയിരിക്കും. ഇന്ന് നാട് മുഴുവൻ അംഗീകരിക്കില്ലേ? BJP ശക്തിപ്പെടുത്തുകയും സ്വയം നശിക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിയില്ലേ? അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ദുർബലമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശരിയായ നിഗമനത്തിലെത്തിച്ചേരാൻ അവർ കഴിയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റും കോൺഗ്രസും തമ്മിൽ വലിയ പ്രത്യയശാസ്ത്രപരമായ നയപരമായ കാര്യങ്ങളൊക്കെ വളരെ വളരെ അകൽച്ചയുള്ളതാണ്. പക്ഷേ ഞങ്ങൾ BJPക്കെതിരായിട്ടുള്ള പൊതുസഖ്യത്തെ വളർത്തിയെടുക്കുകയാണ്. കർണാടകത്തിൽ ഞങ്ങൾ അതാണ് ചെയ്തത്. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിൽ എന്താ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? CPM തകർക്കലാണ്. ആരെ സഹായിക്കാൻ? BJPയെ സഹായിക്കാൻ. ഇന്ന് BJP പറയുന്നത് നാളെ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമാകും. രണ്ടുപേരും ഒന്നിച്ചു ചേരും. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇടതുപക്ഷത്തിൻ്റെ വളർച്ചയും പുരോഗതിയും. ഒരു തുടർ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ ഭരണം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഞാൻ നിരീക്ഷിക്കുന്നത്, ഇൻ മൈ ഒബ്സർവേഷൻ, വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരും. ഒരു 3ാം ഭരണം ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിൽ ഉണ്ടാകും. ആ ഭരണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലായ്മ ചെയ്യാൻ BJPയും RSSും സംഘപരിവാറും മുസ്ലിം ലീഗും SDPIയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാ വലതുപക്ഷ ശക്തികളും ഒന്നിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, മുഹമ്മദ് തരിഗാമി ഞങ്ങളുടെ കാശ്മീരിലെ LDFൻ്റെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും BJPയും ഒന്നിച്ചിട്ടാണ് തരിഗാമിയെ എതിർത്തത്. ജമാഅത്തെ ഇസ്ലാമി തരിഗാമിയെയാണ് എതിർത്തത്, BJPയുമായി സഹകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വർഗീയ ശക്തികൾ, പിന്തിരിപ്പ ശക്തികൾ, വലതുപക്ഷ ശക്തികൾ ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തെ ഭയപ്പെടുന്നു. ആ ഇടതുപക്ഷ മുന്നേറ്റത്തെ തകർക്കാൻ ഏത് അവിശുദ്ധ കൂട്ടുകെട്ടുകളും ഉണ്ടാക്കും. അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ, കേരളം എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റാണ്, വിദ്യാസമ്പന്നരുടെ നാടാണ്, ചിന്താശക്തിയുള്ളൊരു ജനതയും ഇവിടെയുണ്ട്. കാര്യങ്ങൾ നിശ്ചയിക്കാൻ ത്രാണിയും കരുത്തുമുള്ളതാണ് കേരളം. 3.5 കോടി മലയാളികളുടെ ഈ ജന്മനാട്. ആ ജന്മനാട്ടിലെ മലയാളികളെ, കേരളീയരെ ബോധ്യപ്പെടുത്തി ആ രാഷ്ട്രീയം ഇന്ത്യയുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവസാനത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ആത്മകഥയെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു, വീണ്ടും എഴുതി തുടങ്ങിയോ? എന്താണ് അതിൻ്റെ സ്ഥിതി? ഇനി പ്രസാദനം ചെയ്യണ്ടേ? ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവചരിത്രം സംബന്ധിച്ചിട്ടുള്ള പുസ്തകം അതിവേഗത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ ശശീന്ദ്രൻ ഞാനുമായി സംസാരിച്ചു. DC ബുക്സ് ചതിയും വഞ്ചനയും നടത്തിയവരാണ്. അവരോട് ചോദിച്ചിരുന്നു, എന്നോടല്ല, നമ്മുടെ മാധ്യമക്കാരനോട്, ഈ എഴുതാൻ തയ്യാറാക്കാൻ കൊടുത്ത ആളോട് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചിരുന്നു. അവർക്ക് വഞ്ചനയും കാപട്യവും ഒരു തരത്തിലുള്ള നീതീകരണവുമില്ലാത്ത കാര്യം ചെയ്തവർക്ക് ഒരു തരത്തിൽ കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ തൃശ്ശൂരിലുള്ള ഗ്രീൻ ബുക്സ്, അതുപോലെ മറ്റു പലരുമുണ്ട്. പക്ഷെ ഞാനത് ശ്രീ ശശീന്ദ്രനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് എനിക്ക് പാലിക്കണം. ഞാൻ വാക്ക് തെറ്റിക്കില്ല. പറഞ്ഞ വാക്ക് പറഞ്ഞില്ലെന്ന് പറയില്ല, പറഞ്ഞ വാക്ക് പാലിക്കും. അത് മാത്രമേ ഞാൻ ശീലിച്ചിട്ടുള്ളൂ. ആ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഒരു പ്രസിദ്ധീകരിക്കാനാണ്. ഞാൻ അതിവേഗത്തിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അതിനുള്ള എനിക്ക് കഴിയുന്നത്, എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കും. ആ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിലാണ്. ആ പാർട്ടി കോൺഗ്രസ് കൂടി കഴിഞ്ഞാൽ എനിക്കൊന്ന് അധികം താമസിക്കാതെ വിഷുവിന് മുമ്പ് തന്നെ മേടം 1 വിഷു സംക്രമം, ഈ സംക്രമത്തിൻ്റെയൊക്കെ ആ കാലഘട്ടങ്ങളിലായാൽ എന്താണെന്നുണ്ട്. ഇനി ഏതായാലും അത് പൂർത്തീകരിച്ചാൽ പെട്ടെന്ന് തന്നെ, അത്രയും കാത്തിരിക്കണമെന്നില്ല, ഞാൻ വേഗത്തിൽ തന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ കുറച്ച് ജില്ലാ സമ്മേളനങ്ങളൊക്കെ അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായും ഞാൻ അത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ അത് പ്രസിദ്ധീകരിക്കും. മാതൃഭൂമി ബുക്സിന് അതിൻ്റെ ചുമതല ഏൽപ്പിക്കും എന്നാണ് താങ്കൾ എനിക്ക് തന്ന വാക്ക്. നിങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. താങ്ക് യു.